മുസ്ലിം ലീഗിൻ്റെ ദേശീയ ഉപാധ്യക്ഷൻ കെ സൈനുലാബ്ദീനാണ് എനിക്കൊപ്പം. നമസ്കാരം. ഇപ്പോൾ ലീഗ് ഒരു കേന്ദ്ര ഓഫീസ് ഡൽഹിയിൽ തുറക്കുന്നു. കേന്ദ്ര കമ്മിറ്റി കുറച്ചുകൂടി വിപുലമാക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. താങ്കൾ ദേശീയ ഉപാധ്യക്ഷനാണ്. ദേശീയ തലത്തിൽ അങ്ങനെ ലീഗിനൊരു പ്രത്യേക പദ്ധതി ഇപ്പോൾ ഉണ്ടോ? തീർച്ചയായും മുസ്ലിം ലീഗ് ദേശീയ തലത്തിൽ നേരത്തെ ഉണ്ടെങ്കിലും അത് ഇന്ത്യയുടെ ഒരു പശ്ചാത്തലം അത്ര സീരിയസ് അല്ലാത്തത് കൊണ്ട് അത് സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് കേരളത്തിലുമായിട്ട് അതിങ്ങനെ ഓർഗനൈസ് ചെയ്ത് പോവുകയായിരുന്നു. പശ്ചിമ ബംഗാളിലൊക്കെ ആദ്യമേ ലീഗ് ഉണ്ടെങ്കിലും പക്ഷേ ഇങ്ങനെ മാറി വന്നു. BJP സർക്കാർ, കോൺഗ്രസ് മാറി BJP വന്നു. ഇപ്പോൾ ഇന്ത്യയിലെ ചില സാഹചര്യങ്ങൾക്കൊക്കെ ന്യൂനപക്ഷങ്ങൾക്ക് അനായാസം പ്രവർത്തിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളതുപോലെ വരുന്നൊരു സാഹചര്യത്തിലാണല്ലോ മുസ്ലിം ലീഗ് ഒന്നുകൂടി കണ്ണു തുറന്ന് ശക്തമായി മുന്നോട്ട് പോകേണ്ടത്. ആ ഒരു ചർച്ച കുറച്ച് കാലങ്ങളായി വരുന്നു. ഇന്ത്യ മുന്നണി വന്നു. അപ്പോൾ അതിൽ ആദ്യം തന്നെ ഇൻവാലിഡാക്കുന്ന ഒരു ശ്രമം വന്നു. കാരണം നിതീഷ് മാറിപ്പോയൊരു സാഹചര്യം വന്നു. അപ്പം മുസ്ലിം ലീഗിന് ഇപ്പോൾ UDF കേരളത്തിൽ രൂപീകൃതമാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച് അത് ഇന്നോളം ഈ 10-30 വർഷമായി അതിനെ കൊണ്ടു നടക്കുന്നതിൽ ലീഗിൻ്റെ പങ്കും വളരെ വലുതാണ്. അപ്പോൾ അവിടെ ഇപ്പോൾ ലീഗിന് നേരത്തെ ആസ്ഥാനങ്ങൾ ഇല്ലാതെ പോയത് കാരണം MP മാർ തുടക്കത്തിലേ ഉണ്ട്. അവിടെ വീടുകളൊക്കെ ഇതിൻ്റെ ഓഫീസായി പ്രവർത്തിക്കുമ്പോൾ ഒരു അന്നത്തെ നേതൃത്വത്തിന് ആവശ്യമില്ലാതെ സ്പെൻഡ് ചെയ്യരുത്, വലിയ വലിയ സംവിധാനങ്ങളിലൊന്നും കാഴ്ചപ്പാടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നിപ്പോൾ അതല്ല കാലഘട്ടം ആവശ്യപ്പെടുന്നത്. ഇന്ത്യ നമ്മോട് ആവശ്യപ്പെടുന്നത് ഒരു ന്യൂനപക്ഷങ്ങൾ മാത്രമല്ല, അല്ലാത്ത പിന്നോക്ക വിഭാഗത്തെ കൂടിയും അതായത് ചേർത്ത് പിടിക്കേണ്ട ഒരു കാലഘട്ടമാണ്. എല്ലാവരുമായിട്ടും സൗഹൃദം വേണം. അപ്പോൾ ലീഗ് ആ ചർച്ചയ്ക്ക് രണ്ട് രീതിയിലാണ്. ഒന്ന്, ഇതിനൊരു സെൻട്രൽ ഓഫീസ് വന്നേ പറ്റൂ. അതിൻ്റെ പ്രൗഢി 10-75 വർഷമായി പ്രവർത്തിക്കുന്ന മുസ്ലിം ലീഗ് എക്കാലത്ത് ഇന്ത്യൻ മുസ്ലിങ്ങളുടെ വിഷയം അഡ്രസ്സ് ചെയ്തത് മുസ്ലിം ലീഗാണ്. കാരണം 2 അംഗങ്ങളും 3 അംഗങ്ങളേ ഉള്ളൂ എങ്കിലും അവരൊക്കെ പാർലമെൻറ്റിൽ ആദ്യകാലം മുതൽ സംസാരിക്കുമ്പോൾ എല്ലാ ഭരണാധികാരികളും വളരെ സൂക്ഷ്മതയോടുകൂടെ ശ്രദ്ധിക്കുകയും അവസരം കൊടുക്കുകയും പ്രശ്നപരിഹാരം ഉണ്ടാക്കുകയും യാതൊരു സംസ്ഥാനങ്ങളിലെ വിഷയങ്ങളിലൊക്കെ കലാപങ്ങളിലൊക്കെ ഇടപെട്ട് പോയിക്കൊണ്ടിരുന്നുവെങ്കിലും കുറച്ചുകൂടി ഗ്രാസ് റൂട്ടിൽ ഇത് ഉണ്ടാവണം എന്ന ചിന്ത പഴയ കാലത്തുള്ള ആളുകൾ എത്ര കണ്ട് ചിന്തിച്ചു എന്ന് എനിക്ക് അറിയില്ല. ഇതിൽ ഒരു പ്രശ്നം, ഇപ്പോൾ ദേശീയ തലത്തിൽ കോൺഗ്രസ് ലീഗിനെ കാര്യമായി പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ മറ്റ് പാർട്ടികൾ, മറ്റ് സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ സ്വാധീനമുള്ള പാർട്ടികൾ ലീഗിനെ ആ തരത്തിൽ സ്വീകരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് BJP മുസ്ലിം ലീഗ് എന്ന് പറയുമ്പോഴേക്കും പാകിസ്ഥാൻ പതാകയുമായിട്ടൊക്കെ ചേർത്ത് വെക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു സ്വീകാര്യത ലീഗിന് കിട്ടുമോ? അതുതന്നെയാണ് പറയാൻ വരുന്നത്. ഇപ്പോൾ ലീഗ് ഇപ്പോൾ ഇതിൽ ചെയ്യുന്ന ദേശീയ കമ്മിറ്റി പാർട്ടിയുടെ അമെൻമെൻ്റൊക്കെ നടത്തി വിപുലമായ രീതിയിൽ കൺസ്ട്രക്റ്റീവായി കൊണ്ടുപോകാൻ പറ്റുന്ന ചെറുപ്പക്കാരെയൊക്കെ ഇൻവോൾവ് ചെയ്തു. മറ്റ് മേഖലയിൽ ബിസിനസ് രംഗത്ത്, മറ്റ് സാമൂഹ്യ രംഗത്ത്, ഇൻ്റർനാഷണൽ ലെവലൊക്കെ ബന്ധമുള്ള ആളുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആദ്യം കമ്മിറ്റി രൂപീകരിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ നേരത്തെ അവരാരും സ്വീകരിച്ചില്ല എന്ന് പറയുമ്പോൾ അവരാരും സ്വീകരിക്കാൻ അങ്ങോട്ടും ആരും ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു മുന്നണി സംവിധാനം ഇപ്പോൾ ഇവരൊക്കെ റീജിയണൽ പാർട്ടികൾ SP ആയിരുന്നാലും RJD ആയിരുന്നാലും ഇതിൻ്റെ പല പേരുകൾ മാറിയിട്ടാണെങ്കിലും എല്ലാ സംസ്ഥാനങ്ങളുടെയും അവരുടെ ഒരു ആധിപത്യം മാത്രം ഉദ്ദേശിച്ച് അവിടെ ഒരു പ്രത്യേകം മുസ്ലിങ്ങളുടെ ന്യൂനപക്ഷത്തിൻ്റെ വിഷയങ്ങൾ അവർ ഹാൻഡിൽ ചെയ്യുന്നു എന്ന നിലയിൽ ഈ വിഭജനാനന്ത ഭാരതത്തിലുണ്ടായ ഒരു വിഷയമുണ്ട്. കാരണം കപ്പാസിറ്റിയുള്ള, കഴിവുള്ള, വിദ്യാഭ്യാസമുള്ള, രാഷ്ട്രീയ ബോധമുള്ള, സാമ്പത്തിക ശേഷിയുള്ള ആളുകളൊക്കെയും പാകിസ്ഥാനിലേക്ക് പോയി. തികച്ചും ശക്തരല്ലാത്ത സാധുക്കളായ ന്യൂനപക്ഷങ്ങളിലൂടെ ബാക്കിയായി. അപ്പോൾ അവർക്ക് വിദ്യാഭ്യാസമില്ല, അറിവില്ല, വീടില്ല. പക്ഷേ അന്ന് കോൺഗ്രസ് അവരെ സംരക്ഷിച്ചു. ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ കോൺഗ്രസും ഒരു അന്നത്തെ ഭരണാധികാരികൾ ഒരു രാജ്യം വികസിക്കുക, ഒരു സമൂഹം വികസിക്കുക എന്നാണ് ഗ്രാസ് റൂട്ടിൽ വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ടും അവരെ ശാക്തീകരിച്ച് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ഒരു വിഭാഗം പിന്തള്ളപ്പെട്ട് കിടന്ന പ്രശ്നമാണ്. അപ്പോൾ അതിൽ നോക്കുമ്പോൾ റീജിയണൽ പാർട്ടികൾ പതുക്കെ ഇവരെ ഏറ്റെടുത്തും കൊണ്ട് അവർ തട്ടിയെടുക്കുന്ന രീതിയിൽ അവർ കൊണ്ടുപോയെങ്കിലും അവരും ഇവരെ ശാക്തീകരിച്ചില്ല. അപ്പോൾ നമുക്ക് ഏറ്റവും സങ്കടകരമായി പറയുക പശ്ചിമ ബംഗാളിലെ വിഷയമാണല്ലോ. അതായത് തൊഴിലാളി വർഗ പാർട്ടി, എല്ലാവർക്കും പ്രതീക്ഷ നൽകുന്ന പാർട്ടി, സാധാരണക്കാരൻ്റെ പാർട്ടി എന്ന CPM 10-30 വർഷത്തോളം ഭരിച്ചിട്ട് ഏറ്റവും സച്ചാരണ കമ്മിറ്റി എന്ന് പറയുമ്പോൾ അതൊരു മുസ്ലിം കമ്മിറ്റി അല്ലല്ലോ, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഒരു കമ്മിറ്റിയല്ലേ. സച്ചാർ പറഞ്ഞതെല്ലാം ഞാനിവിടെ ആവർത്തിക്കേണ്ടതില്ലല്ലോ. ഇന്നും ഇവിടെ ഇപ്പം നമുക്കിഷ്ടം പോലെ വർക്കറെ കിട്ടുന്ന അവിടുത്തെ വളരെ സീനിയറായ ആളുകളാണെന്നൊക്കെ അല്ലേ പറയുന്നത്. അപ്പോൾ അങ്ങനെ ആരും തന്നെ LDFO മറ്റാരും ഇവരെ ശാക്തീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ മുന്നണി സംവിധാനം ആയിട്ട് ഇപ്പോൾ ലീഗ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്കറിയാം സംഘാടന രംഗത്ത്, അതായത് മുന്നണി രൂപീകരിക്കുന്നതിൽ ബാഫക്കിത്തങ്ങളും CH ഒക്കെ ആയിരുന്നെങ്കിലും കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ കഴിവ് അപാരമാണ്.
അദ്ദേഹത്തിൻ്റെ അതിലുള്ളൊരു മെച്യൂരിറ്റി നമ്മളിവിടെ കണ്ടതാണ്, ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അദ്ദേഹമാണ് ഇത് ദേശീയ സെക്രട്ടറി. അതുപോലെ തന്നെ ഏറ്റവും പക്വതയാർന്ന വളരെ അതായത് സ്നേഹം കൊണ്ട് താരാട്ടുപാട്ട് പാടുന്ന പാണക്കാട്ട് നിന്നുള്ള ഇന്ന് കുറേ കൂടി വിഷനും മിഷനുള്ള സാധിക്കലി തങ്ങളാണ് ഒന്ന് ദേശീയ കമ്മിറ്റിയിൽ. ഖാദർ മൊയ്തീൻ സാഹിബ് എന്ന് പറയുന്ന പ്രൊഫസറാണ്, ഒരുപാട് വിഷനുള്ള ആളാണ്, ഒരു സൂഫി എന്നൊക്കെ പറയാൻ പറ്റുന്ന വളരെ സൂക്ഷ്മതയിൽ ജീവിക്കുന്ന ഒരാളാണ് ഇത് പ്രസിഡൻറ്റ്. അപ്പോൾ തീർച്ചയായും അവിടെയുള്ള RJDയുമായും SP-യുമായും AAP-യുമായും ഒക്കെ നല്ല സൗഹൃദം ഉണ്ടാക്കുകയും ഇന്ത്യ മുന്നണിക്ക് ശക്തി കൂട്ടാൻ കൂടിയാണ് ഈ സെൻട്രൽ ഓഫീസ് വന്നത്. ഇതിനൊക്കെ കാരണമായി തീരും. ഞങ്ങളൊക്കെ അതിലൊക്കെ വർത്തമാനം പറയും, ഇവിടെ നേതൃത്വമായി ആലോചിക്കും, എന്നിട്ട് നല്ല നിലയിൽ സാധിക്കും, ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്താൻ സാധിക്കും, എല്ലാവരും ചേർത്ത് പിടിക്കാൻ സാധിക്കും, ഇന്ത്യയിലെ എല്ലാ വിഭാഗങ്ങളുടെയും പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണാനും ഇവിടെയുള്ള എത്രയും മനോഹരമായ ഈ മതേതരത്വ കാഴ്ചപ്പാട് അല്ലെ ആ ഭരണഘടന ആ സംവിധാനം നിലനിർത്താനും മുന്നോട്ട് പോകാനും സാധിക്കും, അതിന് പ്രവർത്തിക്കാൻ കഴിയും, കണ്ണ് തുറപ്പിക്കും എന്നൊക്കെയാണ് ചിന്തിക്കുന്നത്. ഇന്നലെ തന്നെ പരിപാടിയിൽ അഖിലേഷ് യാദവ് പങ്കെടുത്തില്ല, പ്രിയങ്ക ഗാന്ധി വന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ലീഗ് പരിപാടി ആയതുകൊണ്ട് ബഹിഷ്കരിച്ചു എന്ന തരത്തിൽ വാർത്തകളും പ്രചരണമുണ്ട്. അത് എനിക്ക് തോന്നി ഞാനിതിൽ പങ്കെടുത്ത ഒരാളാണ്. 2 ദിവസമായി എൻ്റെ എല്ലാ ചർച്ചയിലും സ്റ്റേജിലും. അപ്പോൾ പ്രിയങ്ക ഗാന്ധി അവിടെ എത്തുമെന്നതിന് അവിടെ SP കാറ്റഗറിയുള്ള ഉദ്യോഗസ്ഥർ 3 പേര് സ്റ്റേജിൻ്റെ 3 ഭാഗത്തോളം 1 മണിക്കൂറോളം കാത്തിരുന്നിരുന്നു. പക്ഷെ അവരൊക്കെ വലിയ ഒരു ഉത്തരവാദിത്തത്തിൽ ബീഹാർ വിഷയവുമായി എല്ലാവരും അതിൽ ഇൻവോൾവ്ഡാണ്, എൻഗേജ്ഡാണ്. പെട്ടെന്നാണ് KC വരികയും പ്രിയങ്കയ്ക്ക് ഇവിടെ വന്നു പോകുമ്പോൾ PM കടന്നു പോകുന്ന ഒരു റൂട്ട് കൂടി ആയതുകൊണ്ട് ഉച്ച മുതൽ ഇടയ്ക്കിടെ ബ്ലോക്കാകുന്നുണ്ട്. എൻ്റെ വണ്ടി പോലും ഒരു 1.5 മണിക്കൂർ ഒരു സ്ഥലത്ത് ബ്ലോക്കായി. അപ്പോൾ അവർ വന്നു പോകുമ്പോൾ അതിന് പ്രശ്നമാവും എന്ന നിലയിൽ അതൊക്കെ ധാരണപ്രകാരം വരാതെ, പിന്നെ വാർത്തകളിൽ എന്തെങ്കിലും ഒരു സെൻസിറ്റീവ് വാർത്ത വരുന്നത് ഒന്നും കൂടിയും ലീഗിൻ്റെ ഓഫീസും ഇന്നലത്തെ ഉദ്ഘാടനമൊക്കെ വളരെ ശ്രദ്ധയാകർഷിച്ചല്ലോ. അത്ര കണ്ടാൽ മതി. അവരാരും കാരണം ഇവിടുന്ന് ജയിച്ചു പോയതാണ് പ്രിയങ്ക ഗാന്ധി. ലീഗുമായി വളരെ നല്ല ബന്ധം. ഇപ്പോൾ ഈ രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും ഈ യുദ്ധം നടത്തുന്നത് തന്നെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പോൾ പിന്നെ അതിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത് നമുക്കൊരു ചിന്തിക്കാൻ കഴിയാത്ത കാര്യം. അത്ര എളുപ്പത്തിൽ കണ്ടാൽ മതി. താങ്കൾ ഏറ്റവും പ്രധാനമായിട്ട് ലീഗിൻ്റെ ഭാരവാഹിത്വത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ പ്രവാസി വിഷയങ്ങളിൽ വളരെ ശ്രദ്ധയൂന്നി പ്രവർത്തിച്ചിരുന്നു, പ്രത്യേകിച്ച് പ്രവാസികളുടെ യാത്രാ പ്രശ്നം മുതൽ. അപ്പോൾ അതിൽ പ്രവാസികളുടെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണമെങ്കിൽ താങ്കൾ നേരത്തെ പറയുന്നതാണ് വോട്ടവകാശം എന്നുള്ളത്. അത് ഈ ഘട്ടത്തിൽ സാധ്യമാണോ, അല്ലെങ്കിൽ അതിന് എത്ര ദൂരം കാത്തിരിക്കേണ്ടി വരും? അതിന് കുറച്ചുകൂടി നന്നായി വർക്ക് ചെയ്തെങ്കിലേ അതിന് റിസൾട്ട് വരുള്ളൂ. കാരണം അധികാരികൾ അത് തീരെ ശ്രദ്ധിക്കുന്നില്ല. കാരണം അവർക്ക് ഇവിടുത്തെ റിസൾട്ടിന് വല്ല ചേഞ്ചസ് വരുമോ? കാരണം വലിയ ജനലക്ഷങ്ങളുണ്ട് പ്രവാസ ലോകത്ത്. അപ്പോൾ പ്രവാസി വോട്ടവകാശം വരുമ്പോൾ അത് ഇവിടുത്തെ പല തരത്തിലുള്ള ഇപ്പോൾ നമ്മളുടെ എല്ലാ പ്രയാസങ്ങൾക്കും പ്രവാസികൾ അനുഭവിക്കുന്ന യാത്രാ ക്ലേശമാണ് ഏറ്റവും അതായത് ക്രൂരമായ ഒരു വിനോദം എന്ന് പറയേണ്ടത്. അപ്പോൾ ഒരു ഫാമിലിക്ക് 2 കുട്ടികൾക്കും ഭാര്യയ്ക്കും ഭർത്താവിനും യാത്ര ചെയ്യാൻ കഴിയാത്ത ഓരോ ഘട്ടത്തിലും 35,000 40,000 രൂപ വരുന്ന ഈ സീസണിൽ വർദ്ധിപ്പിക്കുന്ന ഈ അനീതി. കാരണം പെട്രോളിന് വില കൂടുന്നില്ല, സാലറി കൂടുന്നില്ല, അല്ലെങ്കിൽ പുതിയ വെഹിക്കിൾ അല്ല വരുന്നത്, പുതിയ എയർക്രാഫ്റ്റ് അല്ല വരുന്നത്, എന്നിട്ട് ഇന്നലെ വരെയുള്ള ചാർജ് ഇന്നേക്ക് മാറുന്നതിൻ്റെ ഔചിത്യം അറിയാലോ. ഇതിനൊക്കെ മാറണമെങ്കിൽ നമുക്കൊരു പവർ വേണ്ടേ? ഇവിടുന്ന് ഏതോ കാലഘട്ടത്തിൽ അതായത് പ്രവാസ ലോകത്ത് പോയിട്ട് ഒരുപാട് ത്യാഗം ചെയ്തിട്ട് ഉണ്ടാക്കിയതാണ്. ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ മറ്റെന്തിനേക്കാളും പ്രവാസ ലോകത്തുനിന്ന് വരുന്ന റവന്യൂ ആണ് ഇവിടെ ഏറ്റവും ഗുണകരമായി തീരുന്നത്. അത് മുഖേന വരുന്ന വികസന പ്രവർത്തനങ്ങൾ എത്രമാത്രമാണ്. എന്നിട്ടൊക്കെ എന്തുകൊണ്ടോ അതായത് സൗഹൃദമുള്ള ആളുകളായിരുന്നു അല്ലാത്ത ആളുകളായിരുന്നു അധികാരത്തിൽ വരുമ്പോൾ അതിന് ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ തീർച്ചയായും ഈ നിയമ നടപടിയിൽ കൂടി ഇപ്പോൾ നമ്മൾ പുതിയ കമ്മിറ്റി വന്നിട്ടേ ഉള്ളൂ, വീണ്ടും ഒന്ന് ചർച്ചക്കല്ലിരുന്ന് നിയമ നടപടിയിൽ കൂടിയായിരുന്നാൽ നേടിയെടുക്കാൻ സാധിക്കും, എന്നാലേ കണ്ണ് തുറക്കുകയുള്ളൂ, എന്നിട്ട് പരിഹാരം കാണണമെന്ന് തന്നെയാണ് ചിന്തിക്കുന്നത്. അതായത് ലീഗിൻ്റെ ദേശീയ നേതൃത്വം ഈ ഒരു വിഷയത്തിൽ നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകും. പ്രവാസി വോട്ട് തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ മുന്നോട്ട് പോകും. നേതൃത്വമായി ആലോചിച്ചിട്ട് തീർച്ചയായിട്ടും പോകും. ഓൾറെഡി സംസാരിച്ചിട്ടുണ്ട് അക്കാര്യം.
കേരള രാഷ്ട്രീയത്തിലേക്ക് വന്നാലേ കേരളത്തിൽ ഇപ്പോൾ താങ്കൾ സുപ്രഭാതം പത്രത്തിൻ്റെ GCCയിലെ ചെയർമാനും ഇവിടെ വൈസ് ചെയർമാനൊക്കെയാണ്. അപ്പോൾ ഈ സുപ്രഭാതത്തിൻ്റെ മാനേജ്മെൻറ്റ് സമസ്തയുടെ മാനേജ്മെൻറ്റാണ്. ഈ സമസ്തയും ലീഗും തമ്മിൽ ഇപ്പോൾ താങ്കൾക്ക് രണ്ടിലും ഭാരവാഹിത്വമുണ്ട്. സമസ്തയുടെ നേതൃത്വത്തിലുമുണ്ട്, അതുപോലെ തന്നെ ഇപ്പോൾ ലീഗിൻ്റെ നേതൃത്വത്തിലുണ്ട് വരികയാണ്. ഈ സമസ്ത ലീഗ് പ്രശ്നമുണ്ട് എന്നുള്ളത് ഒരു പ്രചരണം മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. ആ പ്രശ്നം പരിഹരിക്കാൻ താങ്കളുടെ ഭാഗത്ത് താങ്കളാകുമ്പോൾ അതിൻ്റെ ഒരു മീഡിയേറ്ററായി നിൽക്കാൻ അല്ലെങ്കിൽ അതിലൊരു ഉപാധി വെക്കാൻ പറ്റുന്ന ഒരാളാണ്. കഴിഞ്ഞ 2 വർഷമായി ആ ഒരു ശ്രമം ഞങ്ങൾ നടത്താൻ ശ്രമമല്ല, കാരണം ഇവിടെ അങ്ങനെ ഒരിക്കലും കൂടിച്ചേരാൻ കഴിയാത്ത തരത്തിലുള്ള അകൽച്ച ഉണ്ടായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നില്ല. ചില കാര്യങ്ങളിൽ ചില പണ്ഡിത സഭയാവുമ്പോൾ പല കാര്യങ്ങളിൽ അവർക്കൊരു കർക്കശ കാഴ്ചപ്പാടുണ്ടാവും. രാഷ്ട്രീയത്തിന് അതിനോട് സമരസപ്പെട്ടു പോകുന്നതാണ്. ഇപ്പോൾ ഇത് പറയുമ്പോൾ തന്നെ ആവിർഭാവ കാലഘട്ടം തൊട്ട് തന്നെ മുസ്ലിം ലീഗും സമസ്തയും പാണക്കാടും ചേർന്നാണ് പോകുന്നത്. അതൊരു വല്ലാത്ത ഐക്യവുമാണ്. അപ്പം സമസ്ത, അതായത് മുസ്ലിം സമുദായത്തിന് വലിയ ധർമ്മങ്ങൾ ചെയ്ത്, കാരണം ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ 12,000-ഓളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് സമസ്തയുടെ കീഴിൽ. ഈ സമുദായത്തെ ഇത്രയും ശാക്തീകരിച്ചത്, ഇത്രയും വിഷൽ കൊണ്ടുവന്നത് അതിൽ സമസ്തയ്ക്ക് വലിയ പങ്കാണ്. അതേസമയത്ത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് പറയുമ്പോൾ അറിയാമല്ലോ, എല്ലാത്തിനും ഇപ്പോൾ സമസ്തക്കാരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ മറ്റിവിടെ ധൈര്യമായി ഇറങ്ങി നടക്കാൻ കഴിയുന്നത് അങ്ങനെ രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലത്തിനാണല്ലോ. അപ്പോൾ ഇവിടെ സംഗതി വെച്ചാൽ ചെറിയ ചില ഇഷ്യൂകൾ ഉണ്ടായി. അത് പലപ്പോഴങ്ങളും സംസാരിച്ചിട്ടുണ്ട്, ഇപ്പോൾ ഒടുവിലും സംസാരിച്ചിട്ടുണ്ട്. അതൊക്കെ തീർന്നു പോകും. കാരണം ഒന്നിപ്പോൾ പാണക്കാട് കുടുംബമാണ് മുസ്ലിം ലീഗിനെയും അതുപോലെ കഴിഞ്ഞ കാലത്ത് സമസ്തയിലും മുസ്ലിം സമുദായത്തിൻ്റെ വിഷയത്തിൽ എക്കാലത്ത് മുമ്പിലുള്ളത്. അത് ഇന്നുമുണ്ട്. അതുപോലെ തന്നെ ഇപ്പുറത്തുനിന്ന് സമസ്തയ്ക്ക് പ്രസിഡന്റ് ജിഫിൻ മുത്തുക്കോയ തങ്ങൾ തുടക്കം മുതൽ പാണക്കാടും എല്ലാവരുമായി നല്ല ബന്ധമുള്ള 2 സയ്യിദന്മാരാണ്. അപ്പോൾ ഇവർ തമ്മിലിപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ചയും കണ്ടിരുന്നു. അതൊക്കെ പരിഹരിക്കാൻ സാധിക്കും. ഇപ്പോൾ ഇതിലുള്ള ആളുകൾ പോലും സാധാരണഗതിയിൽ പറയുന്നത്, ഇപ്പോൾ മറ്റ് ചെറുപ്പക്കാർ SOSൻ്റെ ആളൊക്കെ ഇത് തീർക്കണം എന്ന് പറയുന്നത്, സത്യം ചൊല്ലി പറയുന്നുണ്ട്. ഞങ്ങളൊക്കെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് തീരണം, പാണക്കാടും സമസ്തയുമായുള്ള പ്രശ്നങ്ങളൊക്കെ തീരണം, ലീഗുമായി ഐക്യപ്പെട്ടു പോകണം, ഞങ്ങൾ എല്ലാ നിസ്കാരത്തിലും പ്രാർത്ഥിക്കുന്നുണ്ട്. അവരൊക്കെ പറയുന്നുണ്ട്. ഇതെന്തായിരുന്നാലും ഇപ്പോൾ അടുത്ത ദിവസങ്ങളിൽ തീരാൻ സാധിക്കും. അതിനുവേണ്ടി എല്ലാവരും പരിശ്രമിക്കുന്നുണ്ട്. എനിക്ക് നേരത്തെ അതിൽ റോളുണ്ട്. ഞാൻ ഇവരെല്ലാം ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യുന്ന, ആദ്യം മുതൽ ഇവരെല്ലായിട്ട് വലിയ ബന്ധത്തിൻ്റെ പേരിലാണ്, മറ്റേ എൻ്റെ ശക്തിയോ എൻ്റെ സ്ഥാപനത്തിൻ്റെ പേരിലാണ്. ഞാൻ ഇവരുമായിട്ടുള്ള സ്നേഹം, ആദരവ് ഇപ്പോൾ ഈ സമസ്തയുമായി എൻ്റെ കുട്ടിക്കാലം മുതൽ ഞാൻ ചേർന്ന് പോകുന്നത്. പിന്നെ പാണക്കാടും ലീഗും പറയണ്ട, അത് എൻ്റെ രക്തത്തിൽ ഇത് രണ്ടും ഉള്ളത്. അപ്പോൾ തീർക്കാൻ സാധിക്കും. നേരത്തെ പറഞ്ഞതിൽ തന്നെ ഈ പാണക്കാട് കുടുംബത്തിന് സമസ്തയെ നേരത്തെ വലിയ സ്വാധീനം ഉണ്ടായിരുന്നു. ഹൈദരലി ശിഹാബ് തങ്ങൾ ഉണ്ടായിരുന്നപ്പോഴും മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഉണ്ടായിരുന്നപ്പോഴൊക്കെ സാദിഖ് അലി തങ്ങൾ വന്നപ്പോഴേക്കും സമസ്തയിലെ സ്വാധീനം കുറഞ്ഞു എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നത്തിൻ്റെ ഒരു മൂല കാരണം. അല്ല, മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ വന്നപ്പോൾ അദ്ദേഹം സമസ്തയിൽ ഒന്നിലുണ്ടായിട്ടില്ല, മുഷാവറയിലില്ല, മറ്റ് ഭാരവാഹിത്വമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അതിന് ചെറിയൊരു ചേഞ്ചസ് വന്നത് ഹൈദരലി ശിഹാബ് തങ്ങൾ വന്നപ്പോൾ. ഇപ്പോൾ സാദിഖ് അലി തങ്ങൾ ഇതിൻ്റെ ഏറ്റവും വലിയ ഘടക SYS ആണ്, അതിൻ്റെ പ്രസിഡൻ്റാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഒരു പലരുടെയും ഒരു കാഴ്ചപ്പാട് മാത്രമാണ്. അങ്ങനെ ഒരിക്കലും പാണക്കാടിനെയോ ലീഗിനെയോ വിട്ട് സമസ്തക്ക് പോകേണ്ട കാര്യവുമില്ല, അത് സാധിക്കുകയില്ല. ഈ ഇഷ്യൂ വന്നത് ചില വിദ്യാഭ്യാസ കാഴ്ചപ്പാടുകളുമായൊക്കെ ചില വിഷയമാണ്. അതൊക്കെ പരിഹരിക്കപ്പെടും. താങ്കൾ അതിന് നേതൃത്വം കൊടുക്കും. തീർച്ചയായും ഞാൻ അതിൻ്റെ ഇവരെ കൂടെ പിന്നിൽ നിന്ന് ഇവരെ പ്രേരിപ്പിക്കും. ലീഗ് നേതൃത്വത്തിൻ്റെ കൂടെ കുഞ്ഞാപ്പാതിൽ വലിയ ഇനിഷ്യേറ്റീവ് എടുക്കുന്ന ആളാണ്, നിന്ന് കൂടെ പിന്നിലിട്ട് ഞാനും പ്രേരിക്കും. ഇപ്പോൾ അവസാനമായിട്ടും സ്വാഭാവികമായിട്ട് താങ്കൾ ഒരു പ്രവാസ ലോകത്തുനിന്ന് പ്രവാസികളുടെ പ്രശ്നങ്ങളൊക്കെ ആയി ലീഗിലേക്ക് വരുന്നു. സ്വാഭാവികമായിട്ട് നാട്ടിൽ ഉണ്ടാവുന്ന ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഉണ്ടോ എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അങ്ങനെ നാട്ടിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടൊക്കെ പ്രതീക്ഷിക്കാൻ പറ്റുമോ? ഇല്ല. ഞാനൊരു വലിയ ബിസിനസ് സ്ഥാപനം നടത്തുന്ന 10,500 ആളുണ്ട്, വലിയ ഉത്തരവാദിത്തമുണ്ട്. ഞാൻ വലിയ എൻജോയ് ചെയ്ത് പോവുകയാണ്. ഇവിടുത്തെ പാർലമെൻ്ററി രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നിയമസഭാ രാഷ്ട്രീയത്തിലേക്കൊന്നും ചിന്തിക്കുന്ന തന്നെ ഇല്ല, അങ്ങനെ ആലോചിക്കുകയില്ല. അതല്ല എൻ്റെ മേഖല. പ്രചരണങ്ങളൊന്നും ശരിയല്ല. അല്ലല്ല, അത്തരത്തിൽ ആരെങ്കിലും പറയേണ്ടത് ശരിയല്ല. പിന്നെ ഒന്നിലും തന്നെ അതിലിപ്പോൾ ഞാൻ കേവലം പ്രവാസ ലോകത്തല്ല, ഇവിടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ MSF യൂത്ത് ലീഗൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ മുതൽ KMCCയുടെ ഇപ്പോൾ വേൾഡ് KMCC വരെ വന്നല്ലോ. KMCC എന്ന് പറയുമ്പോൾ ഓരോരുത്തർക്കും അറിയാമല്ലോ, അത് എത്രമാത്രം ഗ്രാസ് റൂട്ടാണ്, എത്രമാത്രം നന്മയാർന്നതാണ്. അതിനെ ഈ 10-40 വർഷമായി അതിൻ്റെ രംഗത്തും ഉണ്ടായി. അതിൻ്റെ പിൻബലത്തിലാണ് എൻ്റെ ലീഗിൻ്റെ ഭാരവാഹിത്വം. ഇവിടെ ഒരു പാർലമെൻ്ററി നിയമസഭാ ഇലക്ഷൻ പോലത്തെ കാര്യങ്ങളൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതെന്നാണ് ചിന്തിക്കുന്നത്. ലീഗ് ഭാരവാഹിത്വം കൂടി വരുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന പ്രവർത്തനം കുറച്ചുകൂടി ശക്തമായിട്ട് മുന്നോട്ട് പോകും. തീർച്ചയായും അതൊക്കെ കൊണ്ടുപോകാൻ സാധിക്കണമല്ലോ. അത് ആർക്കും സാധിക്കും. ഒരു പ്രത്യേക ബിസിയോ അല്ലെങ്കിൽ നമ്മൾ ഷെഡ്യൂൾ ചെയ്താൽ മതി. ബിസിനസ്സിൻ്റെ വഴിക്ക് കൊണ്ടുപോകാനും ഇതിൽ ഇടപെടാനൊക്കെ നമുക്ക് സാധിച്ചാൽ ഈസിയാണിത്.
അത് എനിക്ക് തോന്നുന്നില്ല ഒരു ബേർഡനാവും, പ്രശ്നമാവും. ഈസിയായിട്ട് പോകാൻ സാധിക്കും. എല്ലാവിധ ആശംസകളും. താങ്ക് യു.